ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനോടായിട്ട് ബാലണ്ണൻ വന്ന് പറയുകയാണ്, എടാ പ്രകാശ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ആ പെണ്ണുണ്ടല്ലോ, അത് ലക്ഷ്മി എന്ന് തന്നെയാണ് ആ പെണ്ണിന്റെ പേര്. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് അത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. പ്രകാശൻ ചോദിക്കുകയാണ്, സത്യാണോ ബാലണ്ണ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഓ എനിക്ക് വയ്യ, അപ്പോ അതാണല്ലേ ലക്ഷ്മി എന്നും പറഞ്ഞിങ്ങനെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശാരിയെയാണ്. ശാരിയുടെ അരികിലേക്കായിട്ട് മനോഹർ വരുന്നുണ്ട്. മനോഹർ ഭീഷണിപ്പെടുത്തുകയാണ് ശാരിയോട് പറയുന്നുണ്ട്, അതെ, പുറത്താണ് CCTV ദൃശ്യങ്ങളുള്ളത്, CCTV ഉള്ളത്. അതിൽ പതിഞ്ഞിട്ടുള്ളത് ഒരു ഭിക്ഷക്കാരനകത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതും അത് മാത്രമേ ഉള്ളൂ. അകത്ത് എന്താണ് നടന്നിട്ടുള്ളതെന്ന് അതിൽ പതിഞ്ഞിട്ടില്ല. പക്ഷെ അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുകൊടുത്തത്, അയാളുടെ കയ്യിലേക്ക് കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ നാടകം കളിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്തായാലും എൻ്റെ കുഞ്ഞിനെ സരയുടെ അരികിൽ നിങ്ങൾ മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും മനോഹറിന് ഭയങ്കര വിഷമായിട്ടുണ്ട് കുഞ്ഞിനെ കാണാത്തതിൽ. കാരണം മനോഹറിന് കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നീട് കാണിക്കുന്നത് സരയുമാണ്. സരയുടെ അരികിലേക്ക് ശാരി വരുമ്പോൾ ശാരിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സരയു എന്തായി അമ്മേ കുഞ്ഞു വന്നോ എന്നൊക്കെ ചോദിച്ച് വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ശാരി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവളിങ്ങനെ ദേഹം പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്, എൻ്റെ മോളെന്തിയെ, നിങ്ങളൊക്കെ എൻ്റെ മോൾ എന്താ ചെയ്തത്, എൻ്റെ മോളെന്തി എന്നും ചോദിച്ചിട്ട് ശാരി ഇങ്ങനെ തട്ടിയിടുകയാണ്. ശാരി ആണെങ്കിൽ ജനലിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട്. അതേ സമയത്ത് പുറത്തേക്ക് ഓടുകയാണ് കരഞ്ഞുകൊണ്ട്. ശരിക്കും ഒരു പ്രാന്തിയെ പോലെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നുണ്ട് നമ്മുടെ സരയും. മോളെ കൺമണി എന്നും പറഞ്ഞ് അങ്ങനെ ഓടുന്നൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും കുഞ്ഞിനെ കിട്ടുന്നത് നമ്മുടെ കല്യാണിയും കിരണാണ്. ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതും കുഞ്ഞിനെ സരയുവിനെ ഏൽപ്പിക്കുന്നതും. അതെന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇല്ല. അത് എന്തായാലും തിങ്കളാഴ്ച അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.